അങ്ങനെ ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടിയാൽ ഈ സത്യങ്ങൾ പുറത്തു വരില്ല എന്നാണോ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം വിചാരിക്കുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ തീ പിടിച്ചിട്ട് 2 മാസമായി. മെയ് 2-ാം തീയതിയാണ് തീ പിടിച്ചത്. ഇന്ന് ജൂലൈ 3-ആയി, 2 മാസമായി. ഇപ്പോഴും ആശുപത്രിയിലെ കാഷ്വാലിറ്റി തുറന്നു കൊടുത്തിട്ടില്ല. എന്തായി അന്വേഷണം? നമ്മുടെ സംസ്ഥാനത്തെ 3 മരുന്ന് ഗോഡൌണുകൾ തീ പിടിച്ചു ദുരൂഹമായ സാഹചര്യത്തിൽ. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. എന്തായി അന്വേഷണ റിപ്പോർട്ട്? ആരെങ്കിലും തീ കൊടുത്തതാണോ? സംശയമുണ്ട്. കാരണം ഈ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയുണ്ട്. ഡേറ്റ് കഴിഞ്ഞ എക്സ്പയറി ആയ മരുന്നുകൾ കൊടുക്കുക, അതിന് പേരിൽ പണം എഴുതി വാങ്ങുക. ഇന്ന് ആശുപത്രിയിൽ മരുന്നുണ്ടാവില്ല. ദുരൂഹമായ സാഹചര്യത്തിൽ 3 ഗോഡൌണുകൾക്ക് തീ പിടിച്ചിട്ട് നാളുകളേറെയായി. ഇന്ന് വരെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇന്നലെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇന്ന് പുറത്തു വന്ന വാർത്ത എന്താ? ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വയറ്റില് പഞ്ഞിയും നൂലും വെച്ച് മറന്നു. നൂല് വെച്ച് മറന്നു. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വെച്ച് മറന്നില്ലേ? അർഷിന എത്ര മാസമായി ആശുപത്രിയുടെ മുമ്പിൽ, അധികൃതരുടെ മുമ്പിൽ, കോടതിയിൽ ആ സഹോദരി കയറിയിറങ്ങുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരണ്ടില്ലാഞ്ഞിട്ട് ഡോക്ടർമാർ മൊബൈലിന്റെ വെളിച്ചത്തിൽ സർജറി ചെയ്യുന്ന വാർത്തകൾ പുറത്തു വന്നില്ലേ? സമ്പൂർണമായി തകർന്നുപോയ ഒരു ആരോഗ്യ മേഖലയല്ലേ കേരളത്തിലെ ആരോഗ്യ മേഖല? അതേക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണോ ഈ നാട് ഭരിക്കുന്നവർ തിട്ടൂര പുറപ്പെടുവിക്കുന്നത്? നിങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടാൻ കഴിയും, ഈ നാട്ടിലെ ജനങ്ങളുടെ വായ മൂടിക്കെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ഈ സമരവുമായി കടന്നു വന്നത്. ഇതെല്ലാം സ്വകാര്യ ലോബിയെ സഹായിക്കാനല്ലേ? നിങ്ങളൊരു കാര്യം പരിശോധിക്കുക. ഈ 10 കൊല്ലത്തിനിടയിൽ പിണറായി സർക്കാരിന്റെ ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള നിമിഷങ്ങൾ എടുത്തു നോക്ക്, ദിവസങ്ങൾ എടുത്തു നോക്ക്. സ്വകാര്യ മേഖല ആശുപത്രികൾ കേരളത്തിൽ കുന്നുപോലെ മുളച്ചു പൊന്തുന്നു. സ്വകാര്യ മേഖലയിലേക്ക് ആളുകൾ പോകുന്ന ഒരു നാദാപുരത്തെ ഒരു ആർമി റിക്രൂട്ട്മെന്റിൽ പരിക്കുപറ്റിയ ഒരു അനീഷ്, ആ ചെറുപ്പക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നു. സർജറി ഇല്ല. സർജറി ചെയ്തില്ലെങ്കിൽ മരണപ്പെടുമെന്ന് ഡോക്ടർമാർ ഒരു ഭാഗത്ത് പറയുന്നു. പക്ഷെ സർജറി ചെയ്യുന്നില്ല. അവസാനം ആരോ ഉപദേശിച്ചു, നിങ്ങൾ സ്വകാര്യ മേഖലയിൽ പോയിക്കോ. അവസാനം സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ട് സർജറി ചെയ്യുന്നത്. സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരെ സ്വകാര്യ മേഖലയിലേക്ക് തള്ളിവിടാൻ ഡോക്ടർമാർ നിർബന്ധിതരാകുന്നു. എന്താ കാര്യം? അവിടെ സർജറി ചെയ്യാൻ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഇനി ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രിയെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ നമ്മുടെ നാട്ടിൽ? ഈ നാട് ഭരിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ആരോഗ്യ സംവിധാനത്തിന് കഴിയുന്നുണ്ടോ? ഈ കോഴിക്കോട്ടല്ലേ ഒരു കൊല്ലം MBBS പഠിച്ച ഒരാൾ ആശുപത്രി നടത്തി. ഒരു കൊല്ലം MBBS പഠിച്ച് അയാൾ ചികിത്സിച്ച് രോഗി മരിച്ചുപോയി. ഞാൻ ബീഹാറിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ സഖാക്കൾ പറയുന്നത് ഒരു കൊല്ലെങ്കിലും പോയിട്ടുണ്ടല്ലോ എന്നാണ്. ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നറിയോ? ഇത് ഏതെങ്കിലും ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചതല്ല. ഇത് കണ്ടുപിടിച്ചത് KMCT-യിൽ പഠിച്ച വേറൊരു ഡോക്ടർ ആശുപത്രി ചെന്നപ്പോ ബോർഡ് നോക്കിയപ്പോ ഇയാളെ പേര് കണ്ടു. ഇയാൾ ഒരു കൊല്ലയാകെ ആശുപത്രിയിൽ വന്നുള്ളല്ലോ കോളേജിൽ. അങ്ങനെ അന്വേഷിച്ചപ്പോഴത് കണ്ടുപിടിച്ചത്. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ഒരു യുവതി ഭാരം കുറയ്ക്കാനുള്ള സർജറിക്ക് പോയതാ. സർജറി കഴിഞ്ഞപ്പോ 9 വിരല് കാണാനില്ല. ഭാരം കുറഞ്ഞു, വിരലിന്റെ ഭാരം കുറഞ്ഞല്ലോ. കാലിന്റെ 5 വിരല്, കൈയിന്റെ 4 വിരല്. ഇത് വെറുതെ പറയുന്നതല്ല, സത്യമായി പറയുന്നതാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ സ്വകാര്യ മേഖലയിൽ നടക്കുന്നത്? വലിയ ചൂഷണം നടക്കുന്നില്ലേ സ്വകാര്യ മേഖലയിൽ? ഇതിന്റെ കമ്മീഷൻ പറ്റുന്നവരാണോ ഈ നാട് ഭരിക്കുന്നവരെന്ന് ന്യായമായി സംശയമുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചെയ്യേണ്ട ഒറ്റ കാര്യം. അപ്പോ കഴിഞ്ഞ ദിവസം DGP യാത്രയായല്ലോ, അദ്ദേഹം റിട്ടയറായി. അപ്പൊ ഒരു ആചാരം നമ്മളൊക്കെ കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ കാറ് കയറ് കെട്ടി വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം. ആ ആചാരം അടിയന്തരമായി നടപ്പിലാക്കേണ്ടത് ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലാണ്. വടം കെട്ടിയിട്ട് ആരോഗ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരിക. അത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ 8 മാസം കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റെടുക്കും, ഒരു സംശയം വേണ്ട. ആരോഗ്യമന്ത്രി മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ പരാജയപ്പെടുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും 2026-ൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതിന്റെ സൂചനയാണ് നിലമ്പൂരിൽ കണ്ടത്. ഈ നിലമ്പൂരിനൊക്കെ വേറെ രീതിയിൽ വഴിതിരിച്ചു വിടാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഒരു എഴുത്തുകാരനുണ്ടല്ലോ, പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ,
പേരൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു നിലമ്പൂർ ജയിച്ചപ്പോഴേക്ക് വിഷജീവികൾ, മതവിഷജീവികൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ്. ജനങ്ങളെയൊക്കെ വർഗീയവാദികളാക്കുകയാണ്. അത് പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോഴും അതാണ് ഇവർ പറഞ്ഞത്. ജനത്തിന്റെ വികാരത്തെ വർഗീയതയുടെ ചാപ്പ കുത്തിയിട്ട് അടിച്ചമർത്താൻ വേണ്ടി നോക്കുക. ആരിച്ചിറക്കന്മാർ അഭിപ്രായം പറയുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക. ഇതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഈ നാട് ഭരിക്കുന്നവർ മനസ്സിലാക്കിക്കോ. ഈ രീതിയിലാണ് ഈ സർക്കാർ ഇനിയും മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇത്തരം മന്ത്രിമാരൊക്കെ സ്വൈര്യമായി സഞ്ചരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള തീരുമാനമെടുക്കേണ്ടി വരും. ഒരു സംശയം വേണ്ട. തെരുവിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന് ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളെ രക്ഷപ്പെടുത്താൻ, ജനറൽ ആശുപത്രികളെ, PHCകളെ, താലൂക്ക് ആശുപത്രികളെ രക്ഷപ്പെടുത്താൻ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത്തരമൊരു അടിയന്തരമായി ഒരു സമരം സംഘടിപ്പിച്ച കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. ഈ മാർച്ച് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം യൂത്ത് ലീഗ്.